ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് എവർനൈറ്റ് എന്ന സീരീസിൻ്റെ രണ്ടാമത്തെ സീസണിലെ 29ാമത്തെ എപ്പിസോഡാണ്. ഇതിന് മുമ്പത്തെ ഭാഗങ്ങൾ കാണാത്തവർ തീർച്ചയായും അതൊക്കെ കണ്ടതിന് ശേഷം മാത്രം ഇത് കാണുക. പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്. കഴിഞ്ഞ എപ്പിസോഡിൻ്റെ അവസാനത്തിൽ നമ്മൾ കണ്ടത് പിയുടെ സഹോദരനും ഫാദറും ഒക്കെ താങ് സ്റ്റേറ്റിനെതിരെ തിരിയുന്നതും അവൻ്റെ സഹോദരൻ ഇപ്പോൾ യേഹോങ്ങിനെ സഹായിക്കുന്നതിന് വേണ്ടി പോകുന്നതുമാണ്. അതിനുശേഷം അവൻ്റെ സഹോദരൻ അതിന് പോവുകയും ചെയ്യുന്നു. താൻ എത്രയൊക്കെ അവരോട് പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല എന്ന് കാണുമ്പോൾ പിക്ക് ഒരുപാട് വിഷമമാകുന്നു. അവനാകെ തകർന്നു പോകുന്നു. കൂടാതെ അവൻ താങ് സ്റ്റേറ്റിന് വേണ്ടിയാണ് ഇപ്പോഴും പ്രവർത്തിക്കുന്നതെന്ന് കാണിക്കുന്നതിന് വേണ്ടിയായിരിക്കും. അവൻ്റെ ഫാദർ പറഞ്ഞതുപോലെ തന്നെ അവിടെ മുട്ടുകുത്തി നിൽക്കുന്നു. ശേഷം ഫൂസിയോട് എന്ന പോലെ ആകാശത്തേക്ക് നോക്കി പറയുകയാണ്, താങ് സ്റ്റേറ്റിനെ അങ്ങ് സംരക്ഷിച്ചോളണം. കൂടാതെ അക്കാദമിയിലെ മറ്റുള്ള സഹോദരന്മാരോട് അവരെ മിസ് ചെയ്യുന്നു എന്ന് മനസ്സിൽ പറയുകയും ചെയ്യുന്നു. പിന്നെ കാണിക്കുന്നത് ഷീഡിങ് വിട്ട ദൂതന്മാർ താങ് സ്റ്റേറ്റിലെത്തി അവിടുത്തെ ഇപ്പോഴത്തെ രാജാവിനോട് കീഴടങ്ങാൻ ആവശ്യപ്പെടുന്നതാണ്. കീഴടങ്ങുകയാണെങ്കിൽ താങ് സ്റ്റേറ്റിന് മാത്രമല്ല ആർക്കും വലിയ നഷ്ടങ്ങൾ നേരിടേണ്ടി വരില്ല എന്ന് പറയുന്നു. അവനപ്പോൾ അവിടെ തന്നെ ഉണ്ടായിരുന്ന തൻ്റെ അമ്മയായ ഷിയാത്തിയ രാജ്ഞിയെ നോക്കുന്നു. ഷിയാത്തിയ രാജ്ഞി അപ്പോൾ ഒന്ന് തലയാട്ടുന്നുണ്ട്. അത് മനസ്സിലാക്കിയതുപോലെ അവരോട് എല്ലാവരോടുമായിട്ട് അവൻ പറയുകയാണ്, അതെ, ഞാൻ ഫൈറ്റ് ചെയ്യാൻ പോവുകയാണ്. ചെറിയ കുട്ടിയായിട്ട് പോലും അവൻ്റെ നാവിൽ നിന്ന് വന്ന വാക്കുകൾ കേട്ടപ്പോൾ ആ ദൂതന്മാർ പോലും ഒന്ന് ഞെട്ടിപ്പോയി. താങ് സ്റ്റേറ്റിലെ കൊച്ചുകുട്ടികളുടെ പോലും മനോഭാവം എന്തായിരിക്കുമെന്ന് ഇതുവഴി അവർക്ക് മനസ്സിലായിട്ടുണ്ടാകും. അതിനുശേഷം അവരെല്ലാവരും പോയി കഴിയുമ്പോൾ ഷിയാത്തിയ രാജ്ഞി തൻ്റെ മകൻ്റെ അടുത്ത് വന്ന് അവനെ അഭിനന്ദിക്കുന്നു. അപ്പോൾ ഇനി നമ്മൾ എന്ത് ചെയ്യുമെന്ന് അവൻ ഷിയാത്തിയ രാജ്ഞിയോട് ചോദിക്കുന്നു. ഷിയാത്തിയ രാജ്ഞി അപ്പോൾ വിശ്വസിക്കാൻ പറയുന്നു. ആരെയാണ് വിശ്വസിക്കേണ്ടതെന്ന് ചോദിക്കുമ്പോൾ ഷിയാത്തിയ രാജ്ഞി പറയുകയാണ്, അക്കാദമിയെ വിശ്വസിക്കുക, താങ് സ്റ്റേറ്റിനെ വിശ്വസിക്കുക, താങ് സ്റ്റേറ്റിലെ ജനങ്ങളെ വിശ്വസിക്കുക. അപ്പോഴും ഷിയാത്തിയ രാജ്ഞിയുടെ മുഖത്തെ ഒരു നിരാശ കാണുമ്പോൾ എന്തുകൊണ്ടാണ് ആ നിരാശ എന്ന് ഷിയാത്തിയ രാജ്ഞിയുടെ മകൻ അപ്പോൾ ചോദിക്കുന്നു. അത് വെറുതെ ആവശ്യമില്ലാതെ മരിച്ചു പോയ താങ് സ്റ്റേറ്റിലെ ജനങ്ങളെക്കുറിച്ച് ഓർത്താണെന്ന് ഷിയാത്തിയ രാജ്ഞി പറയുന്നു. ലിയു രാജ്ഞി ഭരിച്ചിരുന്ന സമയത്ത് അങ്ങനെ നിരപരാധികളായിട്ടുള്ള കുറേ ആളുകൾ മരിച്ചല്ലോ. ഷിയാത്തിയ രാജ്ഞിയുടെ മകൻ അപ്പോൾ പറയുകയാണ്, അവർക്ക് എല്ലാവർക്കും തന്നെ ഞാൻ നീതി നടത്തി കൊടുക്കും. ഇനിയൊരിക്കലും ജനങ്ങൾ കഷ്ടപ്പാടുകൾ അനുഭവിക്കേണ്ടി വരില്ല. ഈ യുദ്ധം കഴിഞ്ഞതിന് ശേഷം ഇവിടുത്തെ ജനങ്ങൾക്ക് വേണ്ട എല്ലാ നല്ല കാര്യങ്ങളും ഞാൻ ചെയ്തു കൊടുക്കും. അവർക്ക് ഇനിയൊരിക്കലും കഷ്ടപ്പാടുകൾ അനുഭവിക്കേണ്ടി വരില്ല. അത് കേട്ട് സന്തോഷത്തോടെ അവനെ അഭിനന്ദിച്ചുകൊണ്ട് ഷിയാത്തിയ രാജ്ഞി പറയുകയാണ്, ഇത് തന്നെയാണ് ഒരു നല്ല രാജാവിനും വേണ്ടത്. അവനപ്പോൾ നിങ്കോ എവിടെയാണെന്ന് ചോദിക്കുന്നു. നിങ്കയുമായിട്ട് എന്തോ കാര്യം ഡിസ്കസ് ചെയ്യാനാണെന്നാണ് പറയുന്നത്. എന്നാൽ ഷിയാത്തിയ രാജ്ഞി പറയുകയാണ്, അവൻ വീട്ടിൽ പോകണമെന്ന് പറഞ്ഞ് അവനിപ്പോൾ വീട്ടിൽ പോയിരിക്കുകയാണ്. അപ്പോഴേക്കും ഒരു സേവകൻ വന്ന് അവർക്ക് പ്രിയപ്പെട്ട വളരെ സ്പെഷ്യലായിട്ടുള്ള ഒരു സ്നാക്സ് ഷിയാത്തിയ രാജ്ഞി കൊണ്ടുവന്ന് കൊടുക്കുന്നു. അത് തൻ്റെ മകനെ അവിടെ ഇരുത്തി ഷിയാത്തിയ രാജ്ഞി കഴിപ്പിക്കുന്നു. സന്തോഷത്തോടെ കളിയും ചിരിയുമായി അവരത് കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഷിയാത്തിയ രാജ്ഞിയുടെ മകൻ ചോദിക്കുകയാണ്, ഇപ്പോൾ അമ്മ എനിക്ക് ചെയ്തു തരുന്ന അതേപോലെ തന്നെ ഫാദർ അമ്മയ്ക്കും ഇതേപോലെ ചെയ്തു തന്നിരുന്നില്ലേ? അതായത് ഷിയാത്തിയ രാജ്ഞി തൻ്റെ മകനെ ആ സ്നാക്സിൻ്റെ തൊലിയെല്ലാം മാറ്റി കഴിക്കാവുന്ന പാകത്തിലാക്കി കൊടുക്കുകയായിരുന്നു. ഇതേപോലെ മുമ്പത്തെ രാജാവും ഷിയാത്തിയ രാജ്ഞിക്ക് ചെയ്തു കൊടുത്തിരുന്നു. വിഷമത്തോടെ ഷിയാത്തിയ രാജ്ഞിക്ക് ആ ഓർമ്മകളൊക്കെ ഇതേ സമയം കടന്നു വരുന്നു. തൻ്റെ അമ്മ അതൊക്കെ ഓർത്ത് വിഷമിക്കുകയായിരിക്കുമെന്ന് മനസ്സിലാക്കി ഷിയാത്തിയ രാജ്ഞിയുടെ മകൻ തന്നെ മുമ്പത്തെ രാജാവ് ചെയ്തു കൊടുത്തതുപോലെ തന്നെ ഷിയാത്തിയ രാജ്ഞിക്ക് ചെയ്തു കൊടുക്കുന്നു. ഷിയാത്തിയ രാജ്ഞിയുടെ വിഷമങ്ങളൊക്കെ പറയാതെ തന്നെ മകനായിട്ടുള്ള അവൻ മനസ്സിലാക്കിയെങ്കിൽ എല്ലാ ജനങ്ങളുടെയും വിഷമങ്ങൾ പറയാതെ തന്നെ അവൻ മനസ്സിലാക്കും. തീർച്ചയായും അവൻ നല്ലൊരു രാജാവ് തന്നെയായിരിക്കും. അത് കണ്ട് ഷിയാത്തിയ രാജ്ഞിക്ക് ഒരുപാട് സന്തോഷമാകുന്നു. ആനന്ദ കണ്ണുനീർ അവളുടെ കണ്ണിൽ നിന്ന് വരികയാണ്. അതിനുശേഷം അതേപോലെ തന്നെ തൻ്റെ മകനും കൊടുത്ത് പരസ്പരം കെട്ടിപ്പിടിച്ച് അവർ ആശ്വസിക്കുകയാണ്. പിന്നെ നിങ്കി അക്കാദമിയിലേക്ക് തിരികെ വരുന്നതായി കാണിക്കുന്നു. അക്കാദമിയിലെ ഓരോരോ സ്ഥലങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ പഴയ കുറേ ഓർമ്മകൾ അവൻ്റെ മനസ്സിലൂടെ കടന്നു പോകുന്നു. ആ സന്തോഷകരമായിട്ടുള്ള ദിവസങ്ങളാണ് അപ്പോൾ അവൻ്റെ മനസ്സിലൂടെ കടന്നു പോകുന്നത്. എന്നാൽ എന്താണെന്നറിയില്ല, ഇപ്രാവശ്യം അവൻ അക്കാദമിയിലെ ഓരോ സ്ഥലത്തു കൂടി കടന്നു പോകുമ്പോഴും അവിടെയൊന്നും ഇഷ്ടപ്പെട്ട പ്രവൃത്തികൾ ചെയ്യുന്ന ഒരു സഹോദരന്മാരെയും കാണാനില്ല. അതായത് ഊഞ്ഞാലാടുന്ന സഹോദരൻ ഊഞ്ഞാലാടുന്ന ആ സ്ഥലത്തില്ല. ആയുധങ്ങൾ ഉണ്ടാക്കുന്ന സഹോദരന്മാർ ആ സ്ഥലത്തുമില്ല. അവിടെ എങ്ങും ആരെയും കാണാത്തതിൽ അവന് ശരിക്കും അതിശയം തോന്നുന്നു. അക്കാദമി ശരിക്കും മാറിയതുപോലെ അവന് തോന്നുന്നു. അതെല്ലാം കണ്ടപ്പോൾ എനിക്കും തോന്നിയത് അക്കാദമിയുടെ ആ സന്തോഷകരമായിട്ടുള്ള ദിനങ്ങൾ എന്നേക്കുമായിട്ട് ഇല്ലാതായതുപോലെയാണ്. അതിനുശേഷം കുറേ സ്ഥലങ്ങളിൽ എല്ലാവരെയും അന്വേഷിച്ച് ആരെയും തന്നെ അവിടെ കണ്ടെത്താനാകാതെ ഒരു നദിയുടെ അടുത്ത് വിഷമത്തോടെ വന്നിരിക്കുന്ന നിങ്കിയാണ്. അപ്പോഴേക്കും വിഷമിച്ചിരിക്കുന്ന അവനെ പുറകിൽ നിന്ന് 2-3 സഹോദരന്മാർ വിളിക്കുന്നു. അവരെ കണ്ടു കഴിയുമ്പോൾ നിങ്കിയുടെ സന്തോഷം ഒന്ന് കാണേണ്ടതായിരുന്നു. ഒരുപാട് സന്തോഷത്തോടെ അവരുടെ അടുത്ത് വന്ന് ആദ്യം അവരെ വണങ്ങുന്നു. അതിനുശേഷം അവരെ കെട്ടിപ്പിടിക്കുകയൊക്കെ ചെയ്യുന്നു. അതിൽ തേർഡ് സിസ്റ്ററും ഉണ്ടായിരുന്നു. വിശേഷങ്ങളൊക്കെ ചോദിച്ചതിന് ശേഷം നിങ്കെ മറ്റുള്ള സഹോദരന്മാരെയൊക്കെ ചോദിക്കുന്നു. ഫസ്റ്റ് ബ്രദറിനെ കുറിച്ച് ചോദിക്കുമ്പോൾ അവരൊന്നും പറയുന്നില്ല. നിങ്കെ അപ്പോൾ ചോദിക്കുകയാണ്, ഫസ്റ്റ് ബ്രദർ ഇപ്പോഴും എന്നെ തേടി നടക്കുകയാണോ? ഞാൻ താങ് സ്റ്റേറ്റിലെത്തിയ കാര്യം ഫസ്റ്റ് ബ്രദറിന് അറിയില്ലേ? മറ്റുള്ള സഹോദരന്മാരെവിടെ? പി എവിടെ? പി അപ്പോൾ അവൻ്റെ സ്ഥലത്തേക്ക് തന്നെ തിരികെ പോയ കാര്യം സഹോദരന്മാർ പറയുന്നു.
കുറച്ച് സഹോദരന്മാരാകട്ടെ താങ് സ്റ്റേറ്റിനെ സംരക്ഷിക്കുന്നതിന് വേണ്ടി താങ് സ്റ്റേറ്റിന്റെ കൂടെ നിന്ന് ഫൈറ്റ് ചെയ്യാൻ പോയിരിക്കുന്നു. സെക്കൻഡ് ബ്രദർ ആണെങ്കിൽ എങ്ങോട്ടോ പോയിരിക്കുകയാണെന്ന് പറഞ്ഞു. അത് എങ്ങോട്ടാണെന്ന് മനസ്സിലായില്ല. അവർ പറയുകയാണ്, നീ കുറച്ചുകൂടി നേരത്തെ വന്നിരുന്നെങ്കിൽ അവരെയൊക്കെ കാണാമായിരുന്നു. നിങ്കി അപ്പോൾ പറയുകയാണ്, നേരത്തെ വരണമെന്ന് എനിക്കും ആഗ്രഹമുണ്ടായിരുന്നു, പക്ഷേ തിരക്കുകൾ മൂലം സാധിച്ചില്ല. സഹോദരന്മാർ അപ്പോൾ ചോദിക്കുകയാണ്, പുതിയ രാജാവിന് നിന്നെ നല്ല കാര്യമാണെന്ന് കേട്ടു. അതെന്തായാലും നല്ല കാര്യം തന്നെയാണ്. നിങ്കി അപ്പോൾ പറയുകയാണ്, പക്ഷേ എൻ്റെ ഈ വരവ് നിങ്ങളെ കാണാൻ വേണ്ടി മാത്രമല്ല, മറ്റൊരു പ്രധാനപ്പെട്ട കാര്യത്തിന് വേണ്ടി കൂടിയാണ്. ഗോഡ് സ്റ്റാർട്ട്ലിംഗ് ഫോർമേഷൻ്റെ കീക്ക് വേണ്ടി കൂടിയാണ് ഞാൻ വന്നിരിക്കുന്നത്. തേർഡ് സിസ്റ്റർ അപ്പോൾ തൻ്റെ കൂടെ വരാൻ പറഞ്ഞ് നിങ്കയെ വിളിച്ചുകൊണ്ട് പോകുന്നു. അതിനുശേഷം ഒരു മുറിയിൽ കൊണ്ടുവന്ന് ആ കീ അവൻ്റെ മുമ്പിൽ വെച്ചിട്ട് പറയുകയാണ്, ഈ ഫോർമേഷൻ കീക്ക് കുറച്ച് പ്രശ്നങ്ങളുണ്ട്. അതെന്താണെന്ന് ചോദിക്കുമ്പോൾ തേർഡ് സിസ്റ്റർ പറയുകയാണ്, ഈ ഫോർമേഷൻ കീയുടെ സംരക്ഷണത്തിന് വേണ്ടി മുമ്പത്തെ രാജാവാണ് ഈ കീ ഞങ്ങളെ ഏൽപ്പിച്ചത്. എന്നാൽ അതിൽ കുറേ പൊട്ടലുകളുണ്ടെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. ആ പൊട്ടലുകൾ ഇപ്പോൾ വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്. അതായത് ഈ ഫോർമേഷൻ കീക്ക് ഡാമേജ് സംഭവിച്ചിരിക്കുന്നു എന്നർത്ഥം. വലിയൊരു യുദ്ധം അടുത്തു വരികയാണ്. അതുകൊണ്ട് തന്നെ ഇത് റിപ്പയർ ചെയ്യാനുള്ള ഒരു മാർഗം ഉടനെ തന്നെ നമ്മൾ ആദ്യമേ കണ്ടുപിടിച്ചേ മതിയാകൂ. അതാണ് നമ്മുടെ മുമ്പിലുള്ള വലിയ തടസ്സം. നിങ്കി അപ്പോൾ പറയുകയാണ്, പക്ഷേ ഫൂസി പോകുന്നതിന് മുമ്പ് ഇതെങ്ങനെയാണ് റിപ്പയർ ചെയ്യുന്നതെന്ന് എന്നെ ഒരിക്കലും പഠിപ്പിച്ചിട്ടില്ല. എന്ത് ചെയ്യുമെന്ന് അതുകൊണ്ട് എനിക്കൊരു ധാരണയുമില്ല. തേർഡ് സിസ്റ്റർ പറയുകയാണ്, ഫൂസിയും യാൻസിയുമാണ് നിന്നെ ഈ ഉത്തരവാദിത്തം ഏൽപ്പിച്ചത്. അതുകൊണ്ട് തന്നെ നീ അതിനെക്കുറിച്ച് ഓർത്തൊന്നും ആകുലപ്പെടേണ്ട. ഫസ്റ്റ് ബ്രദർ ഇത് സംബന്ധിച്ചൊരു മാപ്പ് തയ്യാറാക്കിയിട്ടുണ്ട്. ചിലപ്പോൾ അത് നിനക്ക് ഉപകാരപ്പെടും. അതിനുശേഷം അതും നിങ്കിക്ക് കൈമാറുന്നു. ശേഷം അതുമായി നിങ്കി അവിടുന്ന് പോവുകയാണ്. പിന്നെ യുദ്ധത്തിൻ്റെ ഇപ്പോഴത്തെ സ്റ്റാറ്റസ് സാങ്സാങ്ങിൻ്റെ ഫാദർ വിവരിക്കുന്നതായി കാണിക്കുന്നു. വലിയ നാശനഷ്ടങ്ങളാണ് ഇപ്രാവശ്യത്തെ യുദ്ധത്തിലും അവർക്ക് നേരിടേണ്ടി വന്നത്. ഇപ്പോൾ താങ് സ്റ്റേറ്റിൻ്റെ വെസ്റ്റേൺ പാർട്ടിലാണ് വലിയ ഭീഷണി നമ്മൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. ഷീലിംഗിൽ നിന്നുള്ള വലിയൊരു സൈന്യം യേഹോന്യുവിൻ്റെയും മറ്റുള്ളവരുടെയും നേതൃത്വത്തിൽ അവിടെ നിന്ന് ഇപ്പോൾ പുറപ്പെട്ടിട്ടുണ്ട്. താങ് സ്റ്റേറ്റിൻ്റെ വെസ്റ്റേൺ പാർട്ടാണ് അവർ ലക്ഷ്യം വെച്ചിരിക്കുന്നത്. ക്യാപിറ്റലിൻ്റെ അത്രയും പ്രധാനപ്പെട്ടത് തന്നെയാണ് ആ സ്ഥലവും. അതുകൂടാതെ സോഡ് സെയിൻ്റ് ആയിട്ടുള്ള ലൂബായുടെ പോലും സപ്പോർട്ട് യേഹോങ്യുവിന് ഉണ്ടെന്ന് കേട്ടപ്പോൾ താങ് സ്റ്റേറ്റിലുള്ള എല്ലാവരും അത് കേട്ട് ഒന്ന് ഞെട്ടി വിറച്ചു. അല്ലെങ്കിലേ ശത്രു വളരെ സ്ട്രോങ് ആണ്. ഇതുകൂടി ആയപ്പോൾ പിന്നെ പറയേണ്ട ആവശ്യമില്ലല്ലോ. രാജാവ് അപ്പോൾ അവരോട് മിണ്ടാതിരിക്കാൻ പറയുന്നു. അത് ഒരു തടസ്സമാണെന്ന് പറയുന്നു. ശേഷം സാങ്സാങ്ങിൻ്റെ ഫാദറിനോട് തുടർന്നുള്ള സ്റ്റാറ്റസ് പറയാനും ആവശ്യപ്പെടുന്നു. പിന്നെ നോർത്തേൺ സൈഡിലുള്ള അറ്റാക്കിനെ കുറിച്ചാണ് അയാൾ പറയുന്നത്. താങ് സ്റ്റേറ്റിലെ അവിടുത്തെ ജനങ്ങൾ പോലും അറ്റാക്കിനിറങ്ങിയതുകൊണ്ട് തന്നെ എനിമിയുടെ മാർച്ചിങ് അത് കുറച്ചു. അതുകൂടാതെ ഷിയോഷുവും അവൻ്റെ ആളുകളും ആ സൈഡിലാണ് അറ്റാക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ആ സൈഡിൽ ശത്രുക്കൾക്ക് വലിയ മുന്നേറ്റമൊന്നും നടത്താനായില്ല. അതവർക്ക് ഒരു സന്തോഷ വാർത്തയായിരുന്നു. അത് കഴിഞ്ഞിട്ട് രാജാവ് പറയുകയാണ്, ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ പറയാം. അപ്പോൾ ഒരു മിനിസ്റ്റർ മുന്നോട്ട് വന്നിട്ട് പറയുകയാണ്, എല്ലാ ആർമിയും യുദ്ധത്തിന് ഇപ്പോൾ തയ്യാറാണ്. പക്ഷേ ചിലർ മാത്രം വാതിലടച്ചിരിക്കുകയാണ്. അവരുടെ ഉത്തരമൊന്നും കിട്ടിയിട്ടില്ല. പുറകിൽ നിന്ന് നിങ്കി അപ്പോൾ ഉച്ചത്തിൽ പറയുകയാണ്, അക്കാദമി അല്ലേ നിങ്ങൾ ഉദ്ദേശിച്ചത്? അതെ എന്ന് ആ വ്യക്തി പറയുന്നു. അക്കാദമിയുടെ നിലപാട് വ്യക്തമാക്കിയാൽ അത് ആളുകൾക്ക് നല്ലൊരു കോൺഫിഡൻസ് ആയിരിക്കും. അപ്പോൾ രാജാവിനെയും ഷിയാത്തിയ രാജ്ഞിയും ഒക്കെ വണങ്ങിയിട്ട് നിങ്കി പറയുകയാണ്, അക്കാദമി താങ് സ്റ്റേറ്റിൽ പെട്ടതാണ്. അവർ അവരുടേതായിട്ടുള്ള രീതിയിൽ തീർച്ചയായും ഫൈറ്റ് ചെയ്യും. യുദ്ധത്തെ പേടിച്ച് അവർ ഒരിക്കലും ഭയന്നിരിക്കില്ല. അതിനുശേഷം രാജാവുമായിട്ട് പ്രധാനപ്പെട്ട ഒരു കാര്യം ഡിസ്കസ് ചെയ്യാനുണ്ടെന്ന് നിങ്കി പറയുന്നു. രാജാവ് അപ്പോൾ മറ്റുള്ളവരോടെല്ലാം അവിടുന്ന് പൊക്കോളാൻ പറയുന്നു. അതിനുശേഷം രാജാവിനെയും ഷിയാത്തിയ രാജ്ഞിയെയും കൂട്ടി നിങ്കി പോയത് ആ ഫോർമേഷൻ കീ എവിടെയാണോ വെക്കേണ്ടത് ആ സ്ഥലത്തേക്കാണ്. അതിനുശേഷം അത് എവിടെയാണോ വെക്കേണ്ടത് അവിടെ വെച്ച് കഴിയുമ്പോൾ ഒരു പ്രത്യേക തരത്തിലുള്ള ഫോർമേഷൻ ക്രിയേറ്റ് ആവുകയാണ്. അതിനുശേഷം ഫസ്റ്റ് ബ്രദർ തയ്യാറാക്കിയ താങ് സ്റ്റേറ്റിൻ്റെ മാപ്പ് രാജാവിന് കൊടുക്കുന്നു. എന്നാൽ ഇതേ സമയം അത് ശ്രദ്ധിച്ച ഷിയാത്തിയ രാജ്ഞി പറയുകയാണ്, ഈ ഫോർമേഷന് എന്തോ ഒരു പ്രത്യേകത ഉള്ളതുപോലെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? നിങ്കയും അപ്പോൾ ചുറ്റും നടന്ന് അതിനെ ഒന്ന് നല്ലവണ്ണം നിരീക്ഷിക്കുകയാണ്. ആ മാപ്പ് നോക്കി അതിനെ നിരീക്ഷിച്ചിട്ട് രാജാവ് പറയുകയാണ്, ഈ മാപ്പിലുള്ള സ്പോട്ടുകളിൽ നിന്ന് ഗോഡ് സ്റ്റാർട്ട്ലിംഗ് ഫോർമേഷന് അല്പം വ്യത്യാസമുണ്ടല്ലോ. അത് കണ്ടപ്പോൾ ഷിയാത്തിയ രാജ്ഞി ചോദിക്കുകയാണ്, ഈ മാപ്പ് അക്കാദമിയിൽ നിന്നുള്ള ആരെങ്കിലും തയ്യാറാക്കിയതാണോ? നിങ്കി അപ്പോൾ അതിനും കുറച്ച് കഴിഞ്ഞിട്ടാണ് ഉത്തരം പറയുന്നത്. നിങ്കി പറയുകയാണ്, എല്ലാവരും അക്കാദമിയെ സംശയിക്കുകയാണല്ലോ. പക്ഷേ അക്കാദമി താങ് സ്റ്റേറ്റിന് വേണ്ടി ചെയ്ത വലിയ കാര്യങ്ങളൊന്നും ആരും ഓർക്കുന്നില്ല. പ്രശ്നം ആ മാപ്പിനല്ല, ഈ ഫോർമേഷൻ കീക്കാണ്. അതിന് വിള്ളലുകൾ വീണിരിക്കുന്നു. ഫസ്റ്റ് ബ്രദർ ഉറക്കം പോലും ഇല്ലാതെ 10 ദിവസം കഷ്ടപ്പെട്ടിട്ടാണ് ഈ മാപ്പ് തയ്യാറാക്കിയത്.
എവിടെയാണ് പ്രശ്നങ്ങളുള്ളത് ആ സ്പോട്ടുകളെല്ലാം വ്യക്തമായിട്ട് അടയാളപ്പെടുത്തുകയും ചെയ്തു. ഈ സിറ്റി മുഴുവനും ചുറ്റി നടന്നാണ് ഫസ്റ്റ് ബ്രദർ ഒരുപാട് കഷ്ടപ്പെട്ട് അത് കണ്ടുപിടിച്ചത്. അതിന് വേണ്ട സൊല്യൂഷൻസും ഫസ്റ്റ് ബ്രദർ കണ്ടുപിടിച്ചു. അതുകൊണ്ടാണ് ഇതിൻ്റെ വിള്ളലുകൾ അധികമായിട്ട് വ്യാപിക്കാതിരുന്നത്. പക്ഷേ പൂർണ്ണമായിട്ടും അത് പരിഹരിക്കാനുള്ള മാർഗം ഫസ്റ്റ് ബ്രദറിന് കണ്ടെത്താനായില്ല. വലിയ ആ യുദ്ധത്തെ നേരിടണമെങ്കിൽ ഉടനെ തന്നെ ഈ പ്രശ്നത്തിനുള്ള പരിഹാരം നമ്മൾ കണ്ടുപിടിച്ചേ മതിയാകൂ. അപ്പോൾ സംശയത്തോടെ ഷിയാത്തിയ രാജ്ഞി ചോദിക്കുകയാണ്, ഇതൊരു പക്ഷേ മിങ്സിയുടെ പ്രവൃത്തിയായിരിക്കുമോ? നിങ്കി പറയുകയാണ്, അവനാണോ എന്ന് എനിക്കും സംശയമുണ്ടായിരുന്നു. പക്ഷേ ഇതിൻ്റെ ഡാമേജ് വെച്ച് നോക്കുമ്പോൾ അവനാകാൻ സാധ്യതയില്ല. കാരണം ഇതിന് നല്ല മാത്രം ഡാമേജ് ഉണ്ട്. രാജാവ് അപ്പോൾ ആകുലതയോടെ പറയുകയാണ്, ഗോഡ് സ്റ്റാർട്ട്ലിംഗ് ഫോർമേഷന് എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ താങ് സ്റ്റേറ്റ് ആപത്തിലാണെന്നാണ് അർത്ഥം. താങ് സ്റ്റേറ്റ് സുരക്ഷിതമല്ല. അതുകൊണ്ട് സുരക്ഷിതമായൊരു സ്ഥലത്തേക്ക് അമ്മ പോയിക്കോളാൻ രാജാവ് പറയുന്നു. അവിടുത്തെ കാര്യങ്ങളൊക്കെ അവൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞിട്ടും ഷിയാത്തിയ രാജ്ഞി വേണ്ട എന്ന് പറയുന്നു. അവൻ്റെ കൂടെ തന്നെ ആയിരിക്കാനാണ് ഷിയാത്തിയ രാജ്ഞിക്ക് ഇഷ്ടം. പക്ഷേ ദുഷ്ടന്മാരായ ആ ഷീലിങ്ങിലുള്ളവർ എന്തൊക്കെ തന്നെ ചെയ്യുമെന്ന് പറയാനാകില്ല. ഷിയാത്തിയ രാജ്ഞി പറയുകയാണ്, അവർ എന്തൊക്കെ തന്നെ വൃത്തികെട്ട കളികൾ കളിച്ചാലും അവർ വിജയിക്കാൻ പോകുന്നില്ല. അതുകൂടാതെ നമ്മുടെ കൂടെ നിങ്കയും ഇല്ലേ, അക്കാദമിയുമുണ്ട്. നിങ്കയാകട്ടെ അതൊന്നും ശ്രദ്ധിക്കാതെ ആ ഫോർമേഷനെ തന്നെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. രാജാവ് പറയുകയാണ്, അതെ, അക്കാദമി നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ ക്യാപിറ്റലിന് ഒന്നും തന്നെ സംഭവിക്കില്ല. ഷിയാത്തിയ രാജ്ഞി അപ്പോൾ ചോദിക്കുന്നുണ്ട്, അക്കാദമിയിലുള്ളവർ എവിടെയാണെന്ന്. നിങ്കെ പറയുകയാണ്, അവരെവിടെയാണോ ആയിരിക്കേണ്ടത് അവിടെയാണ് അവരിപ്പോൾ. താങ് സ്റ്റേറ്റിൻ്റെ അതിർത്തികൾ അവർ സംരക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം അക്കാദമി എന്ത് തീരുമാനമാണ് എടുത്തതെന്നും ഷിയാത്തിയ രാജ്ഞിക്ക് പറഞ്ഞു കൊടുക്കുന്നു. തേർഡ് സിസ്റ്റർ ആയിരുന്നു അത് നിങ്കയോട് പറഞ്ഞു കൊടുത്തത്. കുറച്ച് നാളുകൾക്ക് മുമ്പ് അവരെല്ലാവരും ഒരുമിച്ച് കൂടി ഒരു തീരുമാനം എടുത്തിരുന്നു. ഈ യുദ്ധം താങ് സ്റ്റേറ്റിലെ ജനങ്ങൾക്കെതിരെയുള്ളതല്ല, നമുക്ക് കൂടി എതിരെയുള്ളതാണ്. നമ്മളും താങ് സ്റ്റേറ്റിൽ നിന്നുള്ളതാണ്. എല്ലാവരും അപ്പോൾ ഒരേ സ്വരത്തിൽ പറഞ്ഞിരുന്നു, ഞങ്ങൾ താങ് സ്റ്റേറ്റിൽ നിന്നുള്ളതാണെന്ന്. അക്കാദമിയും താങ് സ്റ്റേറ്റിൽ നിന്നുള്ളതാണല്ലോ. എന്നാൽ പകുതിയിലധികം ആളുകൾ താങ് സ്റ്റേറ്റിൽ നിന്നുള്ളതല്ലായിരുന്നു. ഞങ്ങൾ താങ് സ്റ്റേറ്റിൽ നിന്നുള്ളതാണെന്ന് അവർ പറഞ്ഞിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഫസ്റ്റ് ബ്രദർ അന്ന് അവരോട് പറഞ്ഞിരുന്നു, എങ്കിൽ നിങ്ങൾ നിങ്ങളുടെ തന്നെ സ്ഥലത്തേക്ക് പോയിക്കൊള്ളൂ, നിങ്ങൾക്ക് ഈ യുദ്ധവുമായിട്ട് ഒരു ബന്ധവുമില്ല എന്ന്. എന്നാൽ എൻ്റെ വീട് അക്കാദമി മാത്രമാണെന്ന് പറഞ്ഞ് അവിടെ തന്നെ നിന്നത് തേർഡ് സിസ്റ്ററാണ്. തേർഡ് സിസ്റ്ററിൻ്റെ വാക്കുകൾ കേട്ട് മറ്റുള്ളവരും അവിടെ തന്നെ നിൽക്കുവാൻ തീരുമാനിച്ചു. അവർ താങ് സ്റ്റേറ്റിൽ നിന്നുള്ളതല്ല എങ്കിലും അവരുടെ വീട് അക്കാദമിയായിട്ടാണ് അവർ കണക്കാക്കുന്നത്. താങ് സ്റ്റേറ്റിന് വേണ്ടി ഫൈറ്റ് ചെയ്യാനാണ് അവർ തീരുമാനിച്ചത്. ചിലരുടെ സ്വന്തം ജന്മനാട് പോലും താങ് സ്റ്റേറ്റിനെതിരെ ഫൈറ്റിന് വരുന്നുണ്ട്. അവരുടെ ജന്മനാട്ടിലുള്ളവരെ തന്നെ യുദ്ധക്കളത്തിൽ വെച്ച് നേരിടേണ്ടി വന്നാൽ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചപ്പോൾ സെക്കൻഡ് ബ്രദറിനെ മാത്രമേ ഞങ്ങൾ ഫോളോ ചെയ്യുകയുള്ളൂ, സെക്കൻഡ് ബ്രദർ എന്താണോ ചെയ്യുന്നത് അത് തന്നെ ഞങ്ങൾ ചെയ്യുമെന്ന് സഹോദരന്മാർ പറഞ്ഞു. അതായത് ജന്മനാടിനേലും അവർക്ക് പ്രധാനപ്പെട്ടത് താങ് സ്റ്റേറ്റ് തന്നെയാണെന്നർത്ഥം. ചില സഹോദരന്മാർക്ക് അവരവരുടേതായിട്ടുള്ള ഹോബികൾ മാത്രമേ അറിയുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഒരു സഹോദരൻ അങ്ങനെയുള്ളവരോട് യുദ്ധത്തിനൊന്നും വരണ്ട എന്ന് പറഞ്ഞതാണ്. അതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ സെക്കൻഡ് ബ്രദർ പറയുകയാണ്, ഓരോരുത്തരും ഓരോരുത്തരുടെ സ്കില്ലുകൾ ഉപയോഗിച്ച് ഫൈറ്റ് ചെയ്യുന്നത് ഡിഫറൻ്റ് ആയിരിക്കും, വളരെ യൂസ്ഫുൾ ആയിരിക്കും. അത് കേട്ട് മറ്റുള്ള എല്ലാ സഹോദരന്മാരും അതിനോട് യോജിക്കുകയും എല്ലാവരും ഒരുമിച്ച് താങ് സ്റ്റേറ്റിന് വേണ്ടി ഫൈറ്റ് ചെയ്യാൻ തീരുമാനിക്കുകയും ചെയ്യുന്നു. അതിനുശേഷമാണ് ഫൂസിയുടെ സ്റ്റേറ്റിനെ കുറിച്ചുള്ള സംഭാഷണം അവരുടെ ഇടയിൽ ഉണ്ടാവുന്നത്. ഫൂസി ചെൻ സ്റ്റേറ്റിൽ നിന്നുള്ളതാണ്, താങ് സ്റ്റേറ്റിൽ നിന്നുള്ളതല്ല. ചെൻ സ്റ്റേറ്റ് എന്നത് സെവൻത്ത് സിസ്റ്ററിൻ്റെ കൂടി സ്റ്റേറ്റാണ്. അതിൽ അവൾ അല്പം അഹങ്കാരവും കൊള്ളുന്നുണ്ട്. അതിനുശേഷം ഓരോരുത്തരെയും സെക്ഷനായിട്ട് തിരിക്കുന്നത് ഫസ്റ്റ് ബ്രദറാണ്. തേർഡ് സിസ്റ്ററിനോടും മറ്റ് 2 സഹോദരന്മാരോടും അക്കാദമിയിൽ തന്നെ നിൽക്കാൻ പറഞ്ഞു. ബാക്കിയുള്ളവരോട് സെക്കൻഡ് ബ്രദറിൻ്റെ കൂടെ ഗ്രീൻ ഫോർജിലേക്ക് പോകാൻ പറഞ്ഞു. യേഹോങ്യുവിൻ്റെ സൈന്യത്തെ നേരിടുന്നതിന് വേണ്ടിയാണ് അവർ അങ്ങോട്ട് പോകുന്നത്. ഫസ്റ്റ് ബ്രദർ ആകട്ടെ ഒറ്റയ്ക്ക് ഫൈറ്റ് ചെയ്യാൻ തീരുമാനിക്കുന്നു. അത് ആരോടാണെന്ന് പറയുന്നില്ല. എന്തൊക്കെ വന്നാലും നമുക്കത് കാണാം. വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു വ്യക്തിയോടാണ് ഒറ്റയ്ക്ക് അവൻ നേരിടാൻ പോകുന്നത്. അതിനുശേഷം സെക്കൻഡ് ബ്രദർ പറഞ്ഞു, ഇനി നമുക്ക് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യം ചെയ്യാം. എന്താണെന്ന് ചോദിച്ചപ്പോൾ സെക്കൻഡ് ബ്രദർ പറയുകയാണ്, ഭക്ഷണം കഴിക്കാം. അതിനുശേഷം പരസ്പരം കെയർ ചെയ്ത് അവർ ഭക്ഷണം കഴിക്കുന്നതായി കാണിക്കുന്നു. ഇതൊക്കെ നിങ്കെ ഷിയാത്തിയ രാജ്ഞിയോട് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്തു പറയുന്ന കാര്യങ്ങളാണ്. ഈ യുദ്ധത്തിൻ്റെ സമയത്ത് അക്കാദമി എന്ത് തീരുമാനമെടുത്തു എന്ന് നിങ്കെ ഷിയാത്തിയ രാജ്ഞിക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞു കൊടുത്തതായിരുന്നു അതെല്ലാം. അതായത് കുറച്ച് നാളുകൾക്ക് മുമ്പ് കഴിഞ്ഞ കാര്യങ്ങളായിരുന്നു ഇതെല്ലാം. അതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ രാജാവ് തന്നെ ചോദിക്കുന്നുണ്ട്, എന്തുകൊണ്ടാണ് തേർഡ് സിസ്റ്ററും മറ്റ് 2 സഹോദരന്മാരും അക്കാദമിയിൽ തന്നെ നിന്നതെന്ന്. അതിന് നിങ്കെ ഉത്തരം പറയുന്നതായി കാണിക്കുന്നില്ല. പക്ഷെ അവനോട് തന്നെ ഇങ്ങനെ പറയുന്നുണ്ട്, കാരണം ഷീലിങ്ങിൻ്റെ അധികാരി ഫോർമേഷൻ കീക്ക് വേണ്ടി അക്കാദമിയിൽ വരുമെന്ന് അവർക്കറിയാം. ശേഷം കാണിക്കുന്നത് ഇപ്പോഴത്തെ യുദ്ധങ്ങളുടെ സ്റ്റാറ്റസ് ആണ്. ഗ്രീൻ ഗോർജിൽ ഷീലിങ്ങിൻ്റെ വലിയൊരു സൈന്യം തന്നെ യുദ്ധത്തിന് വേണ്ടി എത്തിയിരിക്കുന്നു. അവരുടെ എണ്ണം തന്നെ ഒരുപാടായിരുന്നു. അവരെ എല്ലാവരെയും നേരിടുന്നത് വെറും 6 പേർ മാത്രമാണ്. സെക്കൻഡ് ബ്രദർ കൂടി അടങ്ങുന്ന അക്കാദമിയിലെ 6 പേർ. അവരും യുദ്ധത്തിന് റെഡി ആയിട്ട് നിൽക്കുന്നതായി കാണിക്കുന്നു.
അക്കാദമിയിലുള്ള 3 സഹോദരന്മാരും ഷീലിങ്ങിന്റെ അധികാരിയുടെ വരവിനായി കാത്തിരിക്കുന്നു. അല്പം കഴിയുമ്പോൾ ഷീലിങ്ങിന്റെ അധികാരി കുറച്ച് അനുയായികളുടെ കൂടെ അങ്ങോട്ട് വരുന്നതായി കാണിക്കുന്നു. ഫോർമേഷൻ കീ നിങ്കയുടെ കയ്യിലാണെന്ന് അറിയാതെയാണ് അയാൾ ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. അക്കാദമിയുടെയും താങ് സ്റ്റേറ്റിൻ്റെയും ഇപ്പോഴത്തെ അവസ്ഥ വളരെ പത്തറ്റിക് ആയിരിക്കുന്നു എന്ന് സ്വയം അയാൾ ആത്മകഥം ചെയ്യുന്നുണ്ട്. അക്കാദമിയിൽ ഇപ്പോൾ ഉള്ള 2 സഹോദരന്മാർ ചെസ്സ് കളിക്കുന്ന സഹോദരന്മാരാണ്. അതുകൊണ്ട് തന്നെ ഷീലിങ്ങിന്റെ അധികാരിയെ സ്വീകരിക്കുന്നതിന് വേണ്ടിയായിരിക്കണം ചെസ് ബോർഡിന്റെ മുമ്പിൽ റെഡി ആയിട്ട് നിൽക്കുകയാണ് അവർ. അല്പം കഴിയുമ്പോൾ അവർ ഷീലിങ്ങിന്റെ അധികാരിയെ ദൂരെ നിന്ന് കാണുകയും ചെയ്യുന്നു. ഷീലിങ്ങിന്റെ അധികാരി അപ്പോൾ ഒരു സന്തോഷത്തോടെ പറയുകയാണ്, ഇത്രയും മനോഹരമായിട്ടുള്ള സ്ഥലം ഇനി ഒരിക്കലും ഉണ്ടാകാൻ പോകുന്നില്ലല്ലോ, അത് എന്നേക്കുമായി ഇല്ലാതാകാൻ പോവുകയാണ് എന്നാണ് അയാൾ ഉദ്ദേശിച്ചത്. അതിന് മറുപടിയായിട്ട് സഹോദരന്മാർ പറയുന്നത് അതൊക്കെ പകൽക്കിനാവുകളാണ്, അഹങ്കാരമാണ്, അജ്ഞതയാണ് എന്നൊക്കെയാണ്. അങ്ങനെയുള്ള ഒരാൾ എങ്ങനെ ഷീലിങ്ങിന്റെ അധികാരിയായി എന്ന് പോലും അവർ പറയുന്നു. ഷീലിങ്ങിന്റെ അധികാരിയാകട്ടെ അത് കേട്ട് ദേഷ്യത്തോടെ അത് ആരാണെന്ന് ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞ് മുന്നോട്ട് നടക്കുന്നു. അപ്പോൾ സഹോദരന്മാർ ചെസ് ബോർഡിൽ എന്തൊക്കെയോ കരുക്കൾ നീക്കുന്നു. ഉടനെ തന്നെ അവിടെ ആകെ പ്രത്യേകതരം മഞ്ഞ് മൂടപ്പെടുകയാണ്. എന്നാൽ പവർഫുൾ ആയിട്ടുള്ള ഷീലിങ്ങിന്റെ അധികാരിക്ക് അത് എന്ത് തരത്തിലുള്ള ഫോർമേഷനാണ്, എന്ത് തരത്തിലുള്ള ഫോർമേഷൻ ഫോഗ് ആണെന്നൊക്കെ മനസ്സിലാകുന്നു. ഇതേ സമയം തന്നെ അവിടെ ഉണ്ടായിരുന്ന മൃഗങ്ങളെല്ലാം പ്രത്യേക തരത്തിൽ ശബ്ദവും പുറപ്പെടുവിക്കുന്നുണ്ട്. തന്നെ നോക്കി ശബ്ദമുണ്ടാക്കുന്ന ആ മൃഗങ്ങളെയെല്ലാം ഷീലിങ്ങിന്റെ അധികാരി തിരിച്ച് തറപ്പിച്ചു നോക്കുന്നു. അതിനുശേഷം അയാൾ അതൊന്നും വകവെക്കാതെ മുന്നോട്ട് നടക്കുന്നു. അല്പം കൂടി മുന്നോട്ട് പോയി കഴിയുമ്പോൾ സെക്കൻഡ് ബ്രദർ വളർത്തുന്ന അരയന്നം പ്രത്യേകതരം ശബ്ദമുണ്ടാക്കുകയും അയാളുടെ മുമ്പിൽ തടസ്സമായിട്ട് നിൽക്കുകയും ചെയ്യുന്നു. എന്നാൽ കൊതുകിനെ ആട്ടി ഓടിക്കുന്നത് പോലെ ആ അരയന്നത്തെ ചവിട്ടി വെള്ളത്തിലേക്ക് ഇടുകയാണ് ഷീലിങ്ങിന്റെ അധികാരി. ചെസ്സ് കളിക്കുന്ന സഹോദരന്മാർ അപ്പോഴേക്കും മറ്റൊരു കരി കൂടി നീക്കുന്നു. എന്നാൽ വെറുതെ കൈ വീശിക്കൊണ്ട് അതിനെയെല്ലാം നിഷ്പ്രയാസം ഇല്ലാതാക്കുകയാണ് ഷീലിങ്ങിന്റെ അധികാരി. ചെസ്സ് കളിക്കുന്ന സഹോദരന്റെ കയ്യിൽ നിന്ന് അപ്പോൾ ചെസ് ബോർഡിന്റെ കരു നിലത്ത് വീണു പോകുന്നു. അയാളുടെ ബോഡിയിലും ചെറിയ ഡാമേജ് അപ്പോൾ കിട്ടുന്നുണ്ട്. ഷീലിങ്ങിന്റെ അധികാരി അപ്പോൾ പറയുകയാണ്, നല്ലൊരു ട്രിക്ക് തന്നെയാണ് നിങ്ങൾ പ്രയോഗിച്ചത്, പക്ഷേ എനിക്കെതിരെ ഒന്നും അത് വിലപ്പോകില്ല. ഇവിടെ നിങ്ങളുടെ മറ്റുള്ള സഹോദരന്മാർ ഉണ്ടെങ്കിൽ പോലും എന്നെ നിങ്ങൾക്ക് തൊടാൻ പോലും സാധിക്കില്ല. ലോകം മുഴുവനും ഇപ്പോൾ താങ് സ്റ്റേറ്റിനെതിരെ തിരിഞ്ഞതുകൊണ്ട് തന്നെ മറ്റുള്ള സഹോദരന്മാരെല്ലാം അങ്ങോട്ട് പോയിരിക്കുകയായിരിക്കുമെന്നറിയാം. ഇതേ സമയം തന്നെ ക്വീനിയാൻ ഒരു കൂട്ടം താങ് സാമ്രാജ്യത്തിൻ്റെ പട്ടാളത്തെ നിഷ്പ്രയാസം അവൻ്റെ സ്റ്റിക്ക് ഉപയോഗിച്ച് അടിച്ചു വീഴ്ത്തുന്നതായി കാണിക്കുന്നു. അവരെ എല്ലാവരെയും വീഴ്ത്തി കഴിയുമ്പോൾ തന്നെ അവിടെ ഫസ്റ്റ് ബ്രദർ പ്രത്യക്ഷമാകുന്നു. ഫസ്റ്റ് ബ്രദർ വന്ന ഉടനെ തന്നെ കുറേ മാസ് ഡയലോഗ് അടിച്ച്, നീ എനിക്ക് മാച്ച് അല്ല, നീ തന്നെ നിന്നെ കൊല്ലുവാൻ ഇടയാക്കി എന്ന് പറഞ്ഞുകൊണ്ട് പാഞ്ഞു ചെന്ന് അവനെ ആക്രമിക്കുന്നു. ക്വീനിയാനും ഫസ്റ്റ് ബ്രദറിൻ്റെ അടുത്തേക്ക് പാഞ്ഞടുത്തുവെങ്കിലും പെട്ടെന്ന് ഫസ്റ്റ് ബ്രദർ അപ്രത്യക്ഷനായി ക്വീനിയാൻ്റെ തലയ്ക്ക് മുകളിൽ വന്ന് അവൻ്റെ അരയിലുണ്ടായിരുന്ന സാധനം കൊണ്ട് ക്വീനിയാൻ്റെ തലയ്ക്ക് അടിക്കുന്നു. പെട്ടെന്നായതുകൊണ്ട് തന്നെ ക്വീനിയാന് ഒന്നും ചെയ്യാൻ സാധിച്ചില്ല. അവൻ്റെ ശക്തിയെല്ലാം ക്ഷയിച്ച് അവൻ വീണു പോകുന്നു. എന്നാൽ ഇപ്പോഴും ബോധം പോയിട്ടില്ല. ഫസ്റ്റ് ബ്രദർ അതിനുശേഷം പറയുന്നുണ്ട്, സെക്കൻഡ് ബ്രദർ പറയാറുണ്ട്, വീക്കായിട്ടുള്ള സ്പോട്ടിൽ ഹാർഡസ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ കൊണ്ട് അറ്റാക്ക് ചെയ്യണമെന്ന്. നിൻ്റെ വീക്കായിട്ടുള്ള സ്പോട്ട് നിൻ്റെ തലയായതുകൊണ്ടാണ് അവിടെ തന്നെ ഞാൻ അറ്റാക്ക് ചെയ്തത്. ഏതോ ഒരു സ്പോട്ടിൻ്റെ പേര് പറയുന്നുണ്ട്, തലയുടെ ഏതോ ഒരു ഭാഗമാണെന്നാണ് തോന്നുന്നത്. ക്വീനിയാൻ അപ്പോൾ വളരെ ദേഷ്യത്തോടെ അലറിക്കൊണ്ട് പറയുകയാണ്, എന്നെ നീ ഒന്നും ചെയ്യാൻ സാധിക്കാത്ത വിധമാക്കിയെങ്കിലും നിൻ്റെ ഡിപ്പർ പൊടിഞ്ഞു പോയില്ലേ. ഫസ്റ്റ് ബ്രദറിൻ്റെ അരയിൽ എപ്പോഴും ഉണ്ടാകുന്ന ആ വസ്തുവിനെയാണ് ഡിപ്പർ എന്ന് ഉദ്ദേശിച്ചത്. ഫസ്റ്റ് ബ്രദർ അപ്പോൾ പറയുകയാണ്, അത് കഷ്ടമായി പോയി, പക്ഷേ യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യത്തിന് വേണ്ടി തന്നെയാണ് അത് ഉപകരിച്ചത്. അപ്പോഴേക്കും ഫസ്റ്റ് ബ്രദറിൻ്റെ പുറകിൽ ടെമ്പിൾ മാസ്റ്റർ പ്രത്യക്ഷമാകുന്നു. ഫസ്റ്റ് ബ്രദർ റെസ്പെക്റ്റോടുകൂടി തന്നെ ടെമ്പിൾ മാസ്റ്ററിനെ വണങ്ങുന്നു. നിങ്ങൾ ലേറ്റായി പോയി എന്ന് ഫസ്റ്റ് ബ്രദർ പറയുമ്പോൾ ടെമ്പിൾ മാസ്റ്റർ പറയുകയാണ്, നീ ഇവനെ കൊല്ലുമോ എന്നറിയുന്നതിന് വേണ്ടിയാണ് ഞാൻ മനഃപൂർവ്വവും ലേറ്റായത്. ഫൂസിയുടെ കൂടെ നടന്ന ഫൂസിയുടെ ദയൊക്കെ നീ ആർജിച്ചിട്ടുണ്ട്. പക്ഷേ എന്നെ അത്ഭുതപ്പെടുത്തുന്നത് നീ ഓരോരോ ലെവലുകൾ അപ്ഗ്രേഡ് ചെയ്യുന്നതാണ്. എന്നെക്കാളും വളരെ സ്റ്റഡി ആയിട്ടാണ് ഓരോ ലെവലും നീ അപ്ഗ്രേഡ് ചെയ്തു വരുന്നത്. അതിന് നന്ദി പറഞ്ഞുകൊണ്ട് ഫസ്റ്റ് ബ്രദർ പറയുകയാണ്, ഫൂസി എപ്പോഴും പറയാറുണ്ട് ഞാൻ വളരെ സ്ലോ ആണെന്ന്. അതിൻ്റെ പേരിൽ എനിക്കൊരു പേരും ഇട്ടിട്ടുണ്ട്. പക്ഷേ എൻ്റെ സ്റ്റഡിനെസ് എപ്പോഴും ഞാൻ കൈവെടിയാറില്ല. അതിനുശേഷം വീണ്ടും ടെമ്പിൾ മാസ്റ്റർ കുറച്ചൊക്കെ അവനെ പുകഴ്ത്തി സംസാരിക്കുന്നുണ്ട്. അതിനുശേഷം ഫസ്റ്റ് ബ്രദർ ആദ്യം അവിടുന്ന് അപ്രത്യക്ഷമാകുന്നു. പിന്നാലെ ടെമ്പിൾ മാസ്റ്ററും. ഫസ്റ്റ് ബ്രദർ ഒറ്റയ്ക്ക് നേരിടാൻ പോവുകയാണ് എന്ന് പറഞ്ഞപ്പോൾ അത് ക്വീനിയാനെ ആയിരിക്കുമെന്നാണ് നേരത്തെ വരെയും ഞാൻ കരുതിയിരുന്നത്. എന്നാൽ ഇപ്പോൾ മനസ്സിലായി അത് വേറെ ആരെയുമല്ല, ടെമ്പിൾ മാസ്റ്ററിനെ തന്നെയാണ്. വേറെ ആർക്കും ടെമ്പിൾ മാസ്റ്ററിനെ അവിടെ നിന്ന് നേരിടാനാകില്ല. ഇപ്പോൾ ലോകത്തുള്ള ആളുകളിൽ ഏറ്റവും പവർഫുള്ള് ടെമ്പിൾ മാസ്റ്റർ തന്നെയാണ്. അതുകൊണ്ട് തന്നെ അല്പമെങ്കിലും ഫൈറ്റ് ചെയ്ത് പിടിച്ചു നിൽക്കാനാവുമെങ്കിൽ അത് ഫസ്റ്റ് ബ്രദറിന് മാത്രമാണ്. പിന്നെ വീണ്ടും ഷീലിങ്ങിൻ്റെ അധികാരിയെ കാണിക്കുന്നു. ഷീലിങ്ങിൻ്റെ അധികാരി എങ്ങനെയാണ് വളരെ പെട്ടെന്ന് അവിടെ എത്തിയത് എന്നൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ സഹോദരന്മാർ എന്തിനാണ് നിങ്ങൾ ഇങ്ങോട്ട് വന്നതെന്ന് ചോദിക്കുന്നു. അപ്പോൾ ഷീലിങ്ങിൻ്റെ അധികാരി പറയുകയാണ്, ഫോർമേഷൻ കീക്ക് വേണ്ടി തന്നെ.
അത് എടുത്തുകൊണ്ട് അക്കാദമിയെ ആദ്യം കൺട്രോൾ ചെയ്യണം. അതിനുശേഷം താങ് സ്റ്റേറ്റ് കീഴടക്കണം. അപ്പോൾ സഹോദരന്മാർ വീണ്ടും എന്തൊക്കെയോ കരുക്കൾ നീക്കുന്നതായി കാണിക്കുന്നു. പിന്നെ വീണ്ടും ഫസ്റ്റ് ബ്രദറിനെ കാണിക്കുന്നു. ഫസ്റ്റ് ബ്രദർ അവിടെ നിന്ന് അപ്രത്യക്ഷമായി കടലിൻ്റെ അടുത്താണ് പ്രത്യക്ഷമായത്. ഫസ്റ്റ് ബ്രദർ വന്ന് അല്പം കഴിഞ്ഞപ്പോൾ തന്നെ ഫസ്റ്റ് ബ്രദറിനെ പിന്തുടർന്ന് ടെമ്പിൾ മാസ്റ്ററും അവിടെ എത്തിയിരുന്നു. ടെമ്പിൾ മാസ്റ്റർ ഇതേ സമയം ചോദിക്കുകയാണ്, കുറേ ആയില്ലേ നമ്മളിങ്ങനെ നടക്കാൻ തുടങ്ങിയിട്ട്, നീ ടയേർഡായില്ലേ? അപ്പോൾ ഫസ്റ്റ് ബ്രദർ ചോദിക്കുകയാണ്, ഞാനിപ്പോഴും ചെറുപ്പമാണ്, അങ്ങ് വയസ്സായി, അങ്ങേക്ക് ക്ഷീണമൊന്നും തോന്നുന്നില്ലേ? ടെമ്പിൾ മാസ്റ്റർ അപ്പോൾ പറയുന്നത്, ഞാൻ എപ്പോഴും ഇങ്ങനെ തന്നെയാണ് നടക്കുന്നത്, അതുകൊണ്ട് ടയേർഡൊന്നും ആയിട്ടില്ല എന്നാണ്. ഫസ്റ്റ് ബ്രദർ അപ്പോൾ പറയുകയാണ്, ശരിയാണ്, അങ്ങ് വളരെ ഫാസ്റ്റ് തന്നെയാണ്, പക്ഷേ ഇപ്പോൾ ഈ വുഡൻ സ്റ്റിക്ക് കിട്ടിയത് കൊണ്ടാണ് എനിക്ക് എന്ത് ചെയ്യണമെന്നൊരു ബോധ്യവും ധൈര്യവും ഉണ്ടായത്. അല്ലെങ്കിൽ അങ്ങയെ നേരിടാൻ ഒരു മാർഗവും എൻ്റെ പക്കൽ ഉണ്ടാകില്ലായിരുന്നു. അപ്പോൾ ടെമ്പിൾ മാസ്റ്റർ പറയുകയാണ്, ശരിയാണ്, അത് ഫൂസിയുടെ സ്റ്റിക്കാണ്. ഫൂസി ആ സ്റ്റിക്ക് ഉപയോഗിച്ചായിരുന്നു എന്നെ കടലിൽ എപ്പോഴും ബന്ധനസ്ഥതയിലാക്കിയത്. പക്ഷേ ഫൂസി പോയതോടെ അതിൻ്റെ ശക്തിയും ക്ഷയിച്ചു. അതുകൊണ്ട് തന്നെ മാക്സിമം ഒരാഴ്ചത്തേക്ക് മാത്രമേ നിനക്ക് ഞാനുമായിട്ട് ഏറ്റുമുട്ടാനാവുകയുള്ളൂ. ഫസ്റ്റ് ബ്രദർ അപ്പോൾ ഒരാഴ്ച ധാരാളമാണെന്ന് പറയുന്നു. ഈ 7 ദിവസത്തിൽ എന്തൊക്കെ സംഭവിക്കുമെന്ന് ആർക്കും തന്നെ പറയാനാകില്ല. ടെമ്പിൾ മാസ്റ്റർ പറയുകയാണ്, എനിക്കറിയാം, അക്കാദമിയും താങ് സ്റ്റേറ്റും എന്നേക്കുമായി ഇല്ലാതാകാൻ പോകുന്നു. ഫൂസിയുടെ ശിഷ്യന്മാരായ ഞങ്ങൾ അതിനെ ഒരിക്കലും സമ്മതിക്കില്ല എന്ന് ഫസ്റ്റ് ബ്രദർ അപ്പോൾ പറയുന്നു. പിന്നെ വീണ്ടും ഷീലിങ്ങിൻ്റെ അധികാരിയെ കാണിക്കുന്നു. അയാളിപ്പോൾ സഹോദരന്മാരുടെ അടുത്തെത്തി. അയാളെ കണ്ടു കഴിയുമ്പോൾ സഹോദരന്മാർ അയാളെ ഗ്രീറ്റ് ചെയ്യുന്നു. അതിനുശേഷം ചെസ് ബോർഡിൽ എന്തൊക്കെയോ കരുക്കൾ നീക്കി കഴിയുമ്പോൾ വലിയൊരു കല്ല് ഷീലിങ്ങിൻ്റെ അധികാരിയുടെ നേരെ പാഞ്ഞു വരികയാണ്. എന്നാൽ ചെറിയൊരു നോട്ടം കൊണ്ട് തന്നെ ആ കല്ലുകളെ പൊടിയാക്കി കളയുകയാണ് ഷീലിങ്ങിൻ്റെ അധികാരി. അതിനുശേഷം യഥാർത്ഥത്തിലുള്ള ശക്തി കാണിച്ചു തരാമെന്ന് പറഞ്ഞ് ഷീലിങ്ങിൻ്റെ അധികാരി അവൻ്റെ ശക്തി ഉപയോഗിച്ച് സഹോദരന്മാരുടെ ചെസ് ബോർഡ് തെറിപ്പിച്ച് കളയുന്നു. അവരാണെങ്കിൽ വീണും പോകുന്നു. ഷീലിങ്ങിൻ്റെ അധികാരി പറയുകയാണ്, അക്കാദമി ഇപ്പോൾ പൂർണ്ണമായും എംപ്റ്റി ആയിരിക്കുന്നു. അവിടെ ജനറൽ ഇല്ല, അക്കാദമിയുടെ തലവനില്ല. അക്കാദമിയും താങ് സ്റ്റേറ്റും എന്നേക്കുമായി ഇല്ലാതാകാൻ പോവുകയാണ്. നിങ്ങൾക്ക് എങ്ങനെയാണ് ദൈവത്തിൻ്റെ തീരുമാനത്തെ ധിക്കരിക്കാനാവുക? വെറും സാധാരണ മനുഷ്യരായിട്ടുള്ള നിങ്ങൾക്കതിന് സാധിക്കില്ല. ഇതിനുശേഷം ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഹൈറാർക്കായി മാറാൻ പോവുകയാണ് ഞാൻ. അപ്പോഴേക്കും സഹോദരന്മാർ വീണ്ടും ഒരു വിധത്തിൽ എഴുന്നേറ്റ് വീണ്ടും അയാളെ ആക്രമിക്കാൻ ഒരുങ്ങുന്നു. ഷീലിങ്ങിൻ്റെ അധികാരി അത് കണ്ടിട്ട് പറയുകയാണ്, നിങ്ങൾ മരിക്കാൻ തന്നെ ഭാവിച്ചാണോ? ഇങ്ങനെ മരിക്കുകയാണെങ്കിൽ ശരിക്കും ദയനീയമായിട്ടുള്ള ഒരു മരണം തന്നെയായിരിക്കും നിങ്ങൾക്ക് കൈവരിക്കേണ്ടി വരുന്നത്. ഇതോടെ ഈ എപ്പിസോഡും ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. അടുത്ത വീഡിയോ നമ്മളോടൊപ്പം തന്നെ കാണും. അതുവരെ ഗുഡ് ബൈ.